ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കുഞ്ഞിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. എൻ്റെ കുഞ്ഞി പാവം, അവളെന്നെ വിട്ട് പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 മാസത്തിലേറെയായി. ഞാൻ കൂട്ടിൻ്റെ ഉള്ളിലെ കിളിക്കുഞ്ഞുങ്ങളൊക്കെ ഇതേപോലെ അവളുടെ പുറത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവളൊന്നും ചെയ്യില്ലായിരുന്നു. അവളിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളൊരു ദിവസം രാത്രി വാതിൽ തുറന്നെടുക്കുമ്പോൾ അതിലെ പുറത്തേക്ക് ഉറങ്ങിപ്പോവുകയും പിന്നെ ഞാൻ അന്ന് മുഴുവനും ഞാൻ രാത്രി കുറേ അവിടെ പുറമേ നിന്ന് വിളിക്കുകയും അവളുടെ ഫുഡിൻ്റെ കവറൊക്കെ കിളിക്കുക, അവളെ വിളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവളുടെ കളർ ഇതായ കാരണം രാത്രി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ അവളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. രാത്രി മുഴുവനും ഞാനിവിടെ തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിച്ച് കുറേ ഇരുന്നു, പക്ഷെ ഇവിടെ തിരിച്ചു വന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അയൽവക്കത്തൊരു വീട്ടിലൊരു നായ അവരുടെ വടക്കപ്പുറത്ത് കടിച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ പിന്നെ കാണുന്നത്. അത് രക്ഷിക്കാനൊന്നും കഴിഞ്ഞില്ല. അതിന് മുന്നേ അവൾക്ക് വയറ്റിൽ ഇൻഫെക്ഷനായിട്ട് ഞാൻ അവളെ മണ്ണുത്തി കൊണ്ടുപോയി ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കി 5 ദിവസം തുടർച്ചയായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഞാനവളെ രക്ഷിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് അവളെ രാത്രി നേരത്തെ ഇറങ്ങിപ്പോയപ്പോൾ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം, ഒരുപാട് വിഷമം. അവൾ എന്നോട് എന്തൊരു ഇണക്കവും സ്നേഹമായിരുന്നു എന്ന് പറയുന്നത്. എപ്പോഴും എൻ്റെ അടുത്ത് ഏത് നേരവും ഞാൻ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്കുകയും എൻ്റെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവളെന്നെ വിട്ടുപോയി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള കാരണം തന്നെ ഞാൻ എൻ്റെ ഫോണിലെ സ്റ്റോറേജൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവളുടെ വീഡിയോസൊക്കെ ഡിലീറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവളെ പിന്നീട് എപ്പോഴെങ്കിലും കാണണം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എനിക്ക് അവളെ കാണാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ അവൾ നല്ല ഇണക്കമുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുമ്പോഴേ തന്നെ അവൾക്ക് ഏതാണ്ട് 1 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ. പക്ഷെ എന്നാലും അവൾ എൻ്റെ അടുത്ത് നല്ല ഇണക്കമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. ഏത് നേരം ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നൊരു സ്വഭാവമായിരുന്നു. പിന്നെ അവളൊരിത്തിരി പിണക്കൊക്കെ കാണിച്ചു തുടങ്ങിയത് ഞാൻ ജിഞ്ചുവിനെ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ്. ജിഞ്ചുവിൻ്റെ അടുത്ത് അടി വയ്ക്കാനും ജിഞ്ചുവായിട്ട് തല്ലുകൂടാനും ഒക്കെ നിൽക്കലിത്തിരി കൂടുതലായിരുന്നു അവൾക്ക്. എന്നാലും എന്നോട് പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വരികയും എന്നോട് വലിയ കമ്പനി അടിച്ചിരിക്കലൊക്കെ ആയിരുന്നു. പാവം പോയി.